നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അക്രമസമരങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് എബിവിപി. സിജെപിയുടെ സമരരീതി അഭിലഷണീയമല്ലെന്നും എബിവിപി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി വ്യക്തമാക്കി. എബിവിപി ദ്വിദിന കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി യോഗം നാളെ ആലുവയിൽ ആരംഭിക്കും. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് സംഘടന എതിരല്ല. എന്നാൽ സിജെപിയുടെ നേതൃത്വത്തിൽ നടന്നതുപോലുള്ള അക്രമസമരങ്ങളെ പിന്തുണയ്ക്കാനാവില്ല. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റുകൾ ഉപയോഗിച്ചു എന്നത് തെറ്റായ പ്രചാരണമാണെന്നും എബിവിപി ദേശീയ ജനറൽ സെക്രട്ടറി വീരേന്ദ്ര സിംഗ് സോളങ്കി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണമെന്ന ആവശ്യം ആദ്യമുയർത്തിയത് എബിവിപിയാണ്. If we see the total overall protest, so many factors which were not students, so many people's youngs which were not students, which were not the part of the protest, they came and they dissolved in the protest, and they have done some violence activities there. So some actions has been taken by the government because that was the needed, because in front of parliament if some protesters are doing some violence, then that is definitely there will be some their action in this type of activities. PM ശ്രീ കേരളത്തിൽ അതിവേഗം നടപ്പിലാക്കണം. എന്നാൽ രാഷ്ട്രീയ ഗിമ്മിക്കുകൾക്കാണ് ഇടതു വലത് സർക്കാരുകൾ ശ്രമിച്ചത്. PM ശ്രീ എന്ന പേരാണ് UDF സർക്കാരിന്റെ പ്രശ്നമെന്നും എബിവിപി കുറ്റപ്പെടുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു എന്നത് എബിവിപി വീക്ഷിക്കുകയാണ്. കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയിൽ NEPയും ചർച്ചയാകുമെന്നും എബിവിപി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ ബി രാജു പറഞ്ഞു. ഒരു മേജറായിട്ടുള്ള റിഫോം കൊണ്ടുവരുമ്പോൾ നമുക്കറിയാലോ, എപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെന്റ് മുന്നിലോട്ട് കൊണ്ടുവരുന്നതാണല്ലോ ഇവിടുത്തെ ഒരു ഇടതുവലത്തെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എബിവിപിയുടെ ആവശ്യം PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ചെയ്യും എന്ന് എബിവിപി പ്രതീക്ഷിക്കുന്നു. സർക്കാരിന്റെ അവിടുത്തെ പ്രശ്നം ഈ പേരിനോടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ദിരാശ്രീ എന്നോ രാഹുൽ ശ്രീ എന്നോ CM ശ്രീ എന്നോ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഇതേ പോളിസി തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. നാളെ ആരംഭിക്കുന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗത്തിൽ എബിവിപി ദേശീയ ഭാരവാഹികൾ, ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറിമാർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണൻ, ദേശീയ നിർവാഹക സമിതി അംഗം കല്യാണി ചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.